നീ എന്താ ചെയ്യുന്ന? എന്നെ പേടിപ്പിക്കാൻ നിൽക്കല്ലേ? നീ പോയേ. കുട്ടി അടിച്ചാൽ പറിക്കും. എന്റെ അടുത്ത് കളിക്കാൻ നിൽക്കരുത് കേട്ടോ. കുറെ ആയി ഞാൻ ക്ഷമിക്കുന്നു. ആരാ ചേച്ചാ? റോസ്മേരി. ഹലോ, നീ റോസ്മേരിയോടാണ് സംസാരിച്ചോണ്ട് വന്നത്? ഓ, ഏതാണ്ടാ വലിയ ശത്രുക്കളുടെ സംസാരിക്കുന്നതൊക്കെ എനിക്ക് തോന്നിയത്. ശത്രു തന്നെ. ലില്ലിപ്പെണ്ണ ആലോചിച്ചു. ഇന്നലെ 3000 രൂപ രാത്രി ഇട്ട് കൊടുത്ത് ലില്ലിപ്പെട്ട് എടുത്ത് പറഞ്ഞു തന്നു. രാവിലെ എനിക്കൊരു 500 ആവശ്യം വന്നു. ഞാൻ അതിന് വിളിച്ചപ്പോ പൈസ തീർന്നെന്ന്. രാത്രി 10 മണിക്കാകുമ്പോൾ ഇട്ട് കൊടുത്ത് ഈ 3-4 മണിക്കൂറിൽ 3000 രൂപ എവിടെ കൊണ്ട് തീർത്തെന്നായി പറയുന്നത്? ആ ചേച്ചന്റെ സ്ഥിരം പരിപാടിയാണ്. ആരുടെ അടുത്ത് എന്തെങ്കിലും 1000-2000 രൂപ കടം വാങ്ങിക്കും, എന്നിട്ട് പിന്നെ തിരിച്ചുകൊണ്ട് കൊടുക്കും. അപ്പൊ തന്നെ അവരുടെ അടുത്ത് പറയും ഒരു 500 തന്നെ 1000 തന്നെ എന്ന് പറയാം. എന്തിനാ അങ്ങനെ ചോദിക്കണത്? പണി പൈസ കിട്ടിയ ഇന്നാളത്തെ 2-3 മാസത്തെ പെൻഡിങ്ങുള്ള പൈസ കിട്ടിയാന്ന്. എടാ, ഈ പെണ്ണുങ്ങളിൽ പൈസ കൊടുത്താലേ തിരിച്ചു തരാൻ അവർക്ക് വലിയ പാടാണ്. ഞാൻ ഭർത്താവല്ലേ? അവള് ഇങ്ങനാണോ ശത്രുക്കളോട് പെരുമാറുന്ന പോലാണോ എന്നോട് പറയുന്നത്? വലിയ ശത്രു അല്ല, ഒരു തരത്തിൽ പറഞ്ഞ ഇവർ രണ്ടൊരു ശത്രുക്കള് തന്നെയാ. എപ്പൊ നോക്കിയാലും ശത്രുക്കളെ പോലെ പെരുമാറുന്നത്. ഇപ്പാണ്ട് അപ്പുറത്തെ ക്ലീറ്റോയും തങ്കം കൂടെ 24 മണിക്കൂർ അടിയാണ്. ശത്രുക്കളെ പോലെ പെരുമാറുന്നത്. നിങ്ങൾ അങ്ങനെയല്ലേ? ഞങ്ങൾ അത്ര കുഴപ്പമൊന്നുമില്ല അമ്മ. ഞങ്ങൾ പിന്നെ നല്ല കൂട്ടല്ലേ. ഞങ്ങൾ അങ്ങനെ പിണങ്ങൊന്നുമില്ല. പിന്നെ പൊതുവെ ഒരു ധാരണ ഉണ്ട്. പൊതുവെ സത്യമായ ഒരു കാര്യം പറയാം, ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ പരസ്പര ശത്രുക്കളെ പോലെ തന്നെയാണ്. ഞാൻ ഉദാഹരണം പറയാം. നമ്മളിപ്പോ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. രാവിലെ കുളിച്ച് നേരെ അമ്പലത്തിൽ പോകാൻ വേണ്ട ചേട്ടാ പോകാന്ന് പറയാം. തലേദിവസം തയ്യാറെടുത്ത് രണ്ടുപേരുടെ സന്തോഷത്തോടെ അമ്പലത്തിലേക്ക് പോകുന്നു. അങ്ങോട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അമ്പലത്തിന് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് നല്ലൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാന്ന് പറയുമ്പോൾ അവള് പറഞ്ഞൊരു ഹോട്ടലിൽ നമ്മൾ പോകണമെന്ന് വെച്ചോളൂ. ഭയങ്കര സന്തോഷമാക്കി. ഇപ്പൊ ഞാനൊരു ഹോട്ടൽ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. അവര് പറയണം. അപ്പൊ അവള് പറയും കഴിച്ചോണ്ടിരിക്കുന്ന കൂട്ടുകാർ വിളിച്ചോണ്ട് ഈ മറ്റേ ഹോട്ടലിൽ ഞാൻ കയറി കേട്ടാ ഭയങ്കര സന്തോഷം. എന്റെ ചേട്ടൻ്റെ പൊന്നാ, എന്റെ ചേട്ടാ ചെയ്യും. എന്റെ കൂടെ കുറച്ചൊരു ചേർത്ത കാര്യത്തിരുന്ന് സംസാരിക്കും. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി നടക്കുമ്പോഴാണ് ഏതെങ്കിലും ടെക്സ്റ്റൈൽസ് ആണ്. ആ പറയും നല്ല തുണി, നല്ല പാവാടാണ്ട, അത് ഇട്ടേക്കാണ്ട, നല്ല രസമായിട്ടുണ്ടാകും, സാരി കൊള്ളാം, ചുരിദാർ കൊള്ളാം, ഏതെങ്കിലും കൊള്ളാന്ന് പറയുമ്പോൾ നമ്മളൊരു വേണോടി ആ വേണം. പിന്നെ കയ്യിൽ വിടൂല, കയ്യിൽ ഇങ്ങനെ പിടിച്ചേക്കും. ജീവന പുണ്യമാണ് പറഞ്ഞത്. അപ്പൊ അത് മേടിച്ചു കൊടുത്തു. പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് പറഞ്ഞത്, ജൂവലറിയാണ് പറഞ്ഞത്, നമ്മൾ അന്ന് മേടിച്ച വാലന്റൈൻസ് ഡേക്ക് മേടിച്ച മോതിരം ചെറുതായി പോയി, ഇച്ചിരി വലുത് വേണ്ടായിരുന്നു, കൊള്ളായിരുന്നു. അപ്പൊ നമ്മളത് ശരി, അവിടെ സന്തോഷമല്ല നമുക്ക് ഏറ്റവും വലുത്, മേടിച്ചാളെ ആ മോതിരം മേടിച്ചു കൊടുക്കും. അപ്പൊ ഭയങ്കര സന്തോഷമായി, ജീവനായി, ദൈവമായി, പുണ്യമായി, ദൈവമായി. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന് കയറും. വീട്ടിൽ വന്ന് കയറുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് പറഞ്ഞത് നമുക്കൊന്ന് വീട് വരെ പോയാലോ, സമയമുണ്ടല്ലോ ഏട്ടാ, കുറച്ചുകൂടെ സമയമുണ്ടല്ലോ, നമുക്കൊന്ന് വീട്ടിൽ പോയാൽ, എൻ്റെ വീട്ടിൽ നിന്ന് പോയാലോ എന്ന് അവള് ചോദിക്കും. അപ്പം ഞാൻ പറയും, ഡി ഞാനെന്നല്ല എല്ലാ ഭർത്താക്കളും ഡി ഇത്രയും ദൂരം രാവിലെ ഇറങ്ങിപ്പോയില്ല, രാവിലെ വെളുപ്പാങ്കാലത്ത് അമ്പലത്തിൽ പോയിട്ട് വന്ന വഴിയാണ്, ഒരു കാര്യം വേറെ ദിവസം പോവാം, ഇപ്പം പോയാൽ എന്താ കുഴപ്പം, തീർന്നു. അല്ലടി അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ദുഷ്ടായി, ഇതൊക്കെ മാറി, മറ്റേതൊക്കെ തീർന്നു, പിന്നെ ദുഷ്ടനായി. നിങ്ങളടുത്ത് എന്റെ വീട്ടിൽ പോണ ഒരു കാര്യം പറയുമ്പോൾ എന്റെ വീടും എന്റെ വീട്ടുകാരും പറ്റിയ ഒരു കാര്യം പറയാൻ നിങ്ങൾക്ക് ഒരു സ്നേഹമില്ല. ഇപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ കോരിയ വെള്ളം പടാന്ന് തുടങ്ങി. അത് അങ്ങനെയുള്ള ഭർത്താക്കന്മാരായിരിക്കണം. ഇത് ഏട്ടനുമായിട്ടൊന്ന് പുറത്തോട്ട് പോയിട്ട് ഏട്ടാ അതൊന്ന് വാങ്ങിച്ചു തരുക, ഏട്ടാ നല്ല സാരി, നല്ല ബ്ലൗസ്, ഇതില്ലേ ആ മോതിരം, എന്റെ മോതിരം ചെറുതായി, എവിടെ ഏട്ടൻ എനിക്ക് ഒരു സാധനം പോലും വാങ്ങിച്ചു തരാം. എനിക്ക് നിന്നെ ശത്രുവായി കാണാൻ ഇഷ്ടമില്ലാത്തണ്ട്. പിന്നെ നമ്മളവനോട് അധികം പിണക്കല്ലായിരിക്കുന്നത്. എങ്ങാനൊന്ന് പിണങ്ങി നോക്കണം. എന്റെ പൊന്നെ, ഞാനതിൽ ഒന്നിനും പോകാത്തത്. എവളടുത്ത് ഒന്നിനും പറഞ്ഞ് നിന്ന് പിണങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്റെ കാര്യം പോക്കാ. ഇല്ല, മണിച്ചിത്രനാൾ സിനിമയ്ക്കകത്ത് നാഗവല്ലി വരുമ്പോൾ ഒരു വരവുണ്ട്. അയ്യോ, മുടിയൊക്കെ അങ്ങോട്ട് അഴിച്ചിട്ട് ഇങ്ങ് വരുന്ന വേണ്ടല്ലോ. പിന്നെ അല്ലല്ല നിർത്തിക്ക, എവിടെയാട്ടാ ഞാൻ അങ്ങനെ വന്നേക്കുന്നത്? ഏട്ടന് എന്ത് പറയുമ്പോഴാണ് ഞാൻ ഇങ്ങനെ നാഗവല്ലിനെ പോലെ മുടി അഴിച്ചിട്ട് വന്നേക്കുന്നത്? ഏട്ടന് എന്തെങ്കിലും വിവരക്കേട് പറയുമ്പോഴേ ഞാൻ അങ്ങനെ വരാറുള്ളൂ, കേട്ടല്ലോ. അല്ലാതെ ഏട്ടന് ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അത് വാങ്ങിച്ചു തന്നെ ഇത് വാങ്ങിച്ചെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ നല്ല സ്നേഹത്തോടെ നിൽക്കും. ഇതൊന്നും വാങ്ങിച്ചെടുത്തില്ല, എല്ലാരും കേൾക്കെ ഞാൻ നാഗവല്ലിയാണ്. എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും മനുഷ്യരുടെ നെജത്തോട് കയറിക്കോളും. നാട്ടിൽ എവിടെ നടന്നാലും ഇതാണ് സ്വഭാവം, പെങ്ങളെ സ്വഭാവം ഇതാണ്. കണ്ട പണിപാളി. ഈ നാഗവല്ലിയെ തളയ്ക്കണേ മേപ്പാടം നമ്പൂതിരി തന്നെ വന്നേ പറ്റൂ. മലക്കറി അരിയണല്ലേ? നല്ലതാണെന്നോ, നല്ല കൊള്ളാമോ അല്ലേ? ഓ അടിച്ചു വേണോ? നല്ല അടി. ഇത് കണ്ണിന്റെ കാഴ്ചക്കൊക്കെ നല്ല.
നിന്റെ അടുത്ത് ഞാൻ പലപ്പോഴും വേണ്ടി അരിയുന്ന സമയത്ത് മറ്റേ കയ്യിൽ ഒരു ഉറ വെച്ചിട്ട് അരിഞ്ഞില്ലേ കൈ എല്ലാവരും മുറിഞ്ഞു പോകും. ഓ അവസാനം ഞാൻ അരിയട്ടാ. വേണ്ട. പക്ഷേ നമ്മളെ തമാശക്ക് എന്തെങ്കിലും പറയാം. തമാശയായിട്ട് കാണണ്ടേ നമ്മൾ? തമാശക്ക് പറയുമ്പോ കണ്ടാ പോരെ. പെട്ടെന്ന് എന്തിനാ ദേഷ്യപ്പെടുന്നത് നീ? അല്ലേ നമ്മൾ നല്ല കൂട്ടല്ലേ? ഏട്ടനോട് ഞാനിപ്പോ എന്തെങ്കിലും ദേഷ്യം കാണിച്ചാ? ഇല്ലല്ലോ. ഞാനിവിടെ ഒരു ജോലി ചെയ്തോണ്ടിരിക്കുക. അതെങ്കിലും ചെയ്യാൻ എന്നെ അനുവദിക്കും. ഇന്നലെ സഹായസ പറയാണ്. സഹായസ സാറിൻ്റെ അടുത്ത് പറയണം നമ്മളെ സ്റ്റേഷനിലെ ഏറ്റവും നല്ല മാതൃകാ ദമ്പതികൾ നമ്മളാണെന്ന്. അങ്ങോട്ട് മാറ്. ഇങ്ങോട്ട്. ആ ഞാൻ എടുത്ത് തരില്ല. ഇങ്ങോട്ട് വേണ്ട വേണ്ട, എനിക്കറിയാം എടുക്കാൻ. മാർക്ക് അങ്ങോട്ട് പോ. പാചകം ഒരു മാറ് മാറ്. അപ്പൊ ഇതെന്ത് ചെയ്യും? എടി ഇതിപ്പോ അല്ലേ ഞാൻ സഹായിക്കട്ടെ? എന്നും വന്ന് സഹായിക്കോ? ഞാൻ ഇന്ന് പോകുന്നില്ല. ഞാനേ ഇപ്പൊ ഇന്നലെ സഹായിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ് കാര്യം അറിയാം? നിങ്ങളെ പോലെ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന ഒരാളല്ല ഞാൻ ചില ദിവസങ്ങൾ മനഃപൂർവ്വം ലീവ് എടുത്ത് എൻ്റെ ഭാര്യയോടൊപ്പം ചിലവിടും. എന്തിനാണ്? പരസ്പരം പറയേണ്ട കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക, വഴക്ക് കൂടുക, തമാശകൾ പറയുക, പൊട്ടിച്ചിരിക്കുക, കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കുക, ഇതൊക്കെ തന്നെ നമ്മുടെ പരിപാടി. അതുകൊണ്ട് നമ്മുടെ അത് നല്ല രസമാണല്ലേ. പണ്ട് നമ്മൾ ഈ വള്ളങ്ങൾ ഇത് പേപ്പറിനകത്തൊക്കെ ഉണ്ടാക്കി. ഞാൻ ആര്യേട്ടാ പുള്ളി? ഏട്ടാ എന്നെ ഒന്ന് ജോലി ചെയ്യാൻ സമ്മതിക്കോ? ഇതിപ്പോ എന്ത് പറയാൻ ഏട്ടൻ ഇങ്ങോട്ട് വന്നേക്കുന്നത്? ഇന്നെ നോക്കേ, ഇത് മൊത്തം അരിഞ്ഞിവിടെ വെച്ചേക്കണം. ഇതും എല്ലാം അരിഞ്ഞ് വെച്ചേക്കാം. മാറും. എന്താ മിണ്ടോ? എടി എവിടെ പോണത്? എന്താണ്? ഞാൻ ഏട്ടൻ്റെ ശത്രുവല്ലേ? പിന്നെ ഞാനെന്തിനാ ഏട്ടനോട് ഇവിടെ നിൽക്കുന്നത്? ശത്രുവാ? വിട്, കൈ വിട്. അന്നേ പോ, ചെല്ല്. മാറങ്ങോട്ട്. സഹായിക്കണ്ട? വേണ്ട, ഒരു സഹായവും വേണ്ട. ചെയ്തെടുത്തോളം മതി. പക്ഷെ നീ ഒന്നും ഓർക്കണം, ശത്രു മിത്രമാണ്. ഓ ശരി. എനിക്ക് ശത്രുതയില്ല, ഞാൻ മിണ്ടും. ഒന്ന് ഞാൻ മിണ്ടത്തില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മിണ്ടും ഞാൻ. അപ്പൊ നീ മിണ്ടും. ഇതിനു വേണ്ടി ഞാനൊന്നും പറഞ്ഞൊന്നുമില്ല. ഓ ഇതെന്തൊരു പാടാന്ന് നോക്കണേ. ഒരു സോറി സോറി. ഒന്ന് പോവാമോ ഇറങ്ങി? അച്ഛൻ പ്രാവശ്യം ഓണത്തിന് സ്റ്റേഷനിൽ സംസാരിക്കുക. എന്താ മാവേലിയായിട്ട്? ഓണത്തിനാ? അത് കൃഷ്ണൻകുട്ടി സാറുണ്ട്. ആറ് പെൻഷനായില്ലേ? പെൻഷൻ ആയാലും പുള്ളി അല്ലേടാ വർഷങ്ങളായിട്ട് കെട്ടിക്കൊണ്ടിരുന്നത്. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടം അതൊക്കെ ചെയ്യാൻ. എന്നാലും വെളിയിൽ നിന്ന് ഒരാളെ വിളിച്ചിട്ട് 10 പൈസ കൊടുക്കുന്നില്ല. എന്തിന്? സേനയിലാണ് വർക്ക് ചെയ്ത് നമ്മളോടൊപ്പം വർക്ക് ചെയ്യുന്ന ഒരാളല്ലായിരുന്ന? അങ്ങനെ പെൻഷൻ നല്ല വരുമാനം ഇല്ലേ? അങ്ങനെ പുള്ളി ഇതൊക്കെ ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടല്ല അവർ ചെയ്യണത്. അതൊക്കെ ഒരു സന്തോഷമാണ്. നമ്മൾ ഓണം വരുന്ന സമയത്ത് അല്ലേ അമ്മ? അതിനകത്തുനിന്ന് പൈസ കൊടുത്ത് മേടിച്ച് കൊണ്ട് പുട്ടടിക്കാൻ വേണ്ടല്ല. അപ്പൊ മാവേലിമാരെല്ലാം ഓസിലാന്ന് നിൽക്കുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടിപൊളി സാധനം എടുത്തിട്ടുണ്ട്. അച്ചാറ് സൂപ്പർ, എല്ലാം കൊള്ളാം. ചോറ് എന്താ എവിടെ പോണത്? എവിടെ പോണ? എല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെച്ചല്ലോ. ഇനി എവിടെ പോണ? നീ ഇരിക്ക്. ഞാൻ പിന്നെ കഴിച്ചോളാം. എനിക്കിപ്പോ വേണ്ട. എനിക്ക് വേണ്ടാഞ്ഞിട്ട്. ശത്രു ആണെന്ന് കരുതി ആരും പേടിക്കൊന്നും വേണ്ട. ഇതിനകത്ത് വിഷമൊന്നും ചേർത്തിട്ടില്ല. എല്ലാവർക്കും ധൈര്യമായിട്ട് കഴിക്കാം. മാറാവോ? ഞാൻ പോണു. മാറുന്നു. എന്തെന്ന് കഷ്ടമാണെന്ന് പറഞ്ഞ പോലെ. എന്തുവാ ഇതൊക്കെ? എന്താടാ നീ പിണക്കം മാറ്റാൻ പോയിട്ട് പിണക്കം മാറിയില്ലേ? തോം രക്ഷയില്ലല്ലേ? പോയി വിളിച്ചോണ്ട് വാടാ. എടാ അവളെ പോയി വിളിച്ചോണ്ട് വരാൻ. നമ്മൾ സാധാരണ ഒരുമിച്ചിരുന്നല്ലേ എല്ലാരും കഴിക്കുന്നത്. അവള് കഴിച്ചില്ലെങ്കിൽ എനിക്കും വേണ്ട. എന്താ? ഞാൻ കഴിക്കുന്നില്ല. ഞാനും പോയിക്കോളാം. വലിയ കാര്യമൊന്നുമല്ലല്ലോ. കാര്യം അറിയണം. പോയി വിളിച്ചോണ്ട് വാ. കുഴപ്പമില്ല. വിഷമിക്കണ്ട. എപ്പോഴും എനക്കുള്ള മരുന്ന് നമ്മളിലുണ്ടല്ലോ. ഇപ്പം അയ്യോ
കറി അങ്ങോട്ട് തുറന്നു വെച്ചപ്പോൾ എന്തൊരു മണം. എന്ത് വേറെ സ്പെഷ്യൽ എന്ത് ചേർത്തടി അതിനകത്ത്? നല്ല മണം. കൈപ്പുണ്യമുള്ള പെണ്ണുങ്ങൾ പാചകം ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. ആ ഇല്ല ഇവിടെ ഇല്ല. നമ്മള് പിന്നെ നമ്മൾ എത്ര നേരം പിണങ്ങിയിരിക്കാനാണ്? അങ്ങനെ അങ്ങനെ പിണങ്ങിരിക്കില്ല. അങ്ങനെ അടുത്ത് എന്താണ് എന്താ എന്റെ ഭാര്യ എനിക്ക് എഴുതാൻ എന്താ കുഴപ്പം? ഏട്ടൻ എഴുന്നേറ്റ് പോയിക്കേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. എനിക്ക് ദേഷ്യമൊന്നുമില്ല. പക്ഷെ ആ എന്തെങ്കിലും പറഞ്ഞാൽ വിട്ടുകളയുണ്ട്. ചെറിയ കാര്യത്തിനൊക്കെ ഇങ്ങനെ പണിയാനങ്ങനെ. ഇതത്ര ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ചെറിയ കാര്യമാണ്. പക്ഷെ നല്ല രസമുണ്ട്. ഈ സൈഡാണ് നമുക്ക് നല്ല ഭംഗി. വാ കഴിക്കാൻ വാ. ഞാൻ ശത്രു അല്ലേ? എനിക്കപ്പോൾ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ കഴിച്ചോളാം. എനിക്കല്ലേ വേണ്ട പോ. ആര് ശത്രു? ഞാൻ കഴിച്ചാൽ എന്ത്, കഴിച്ചില്ലല്ലോ എന്ത്? ഇവിടെ ആർക്കാ കുഴപ്പം? അത് നമ്മളെപ്പോഴും പറയാറുണ്ട്, ഈ പറഞ്ഞ കണക്ക് എന്തെങ്കിലും ഒന്നും രണ്ടും പറഞ്ഞ് പണങ്ങളുണ്ടെന്നും കുഴപ്പമില്ല. കുറച്ച് നേരം വഴക്കിട്ടിരിക്കാം, വേണേൽ 2 ദിവസം വേണമെങ്കിലും ഉണ്ടായിരിക്കാം. പക്ഷെ ആഹാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ തർക്കം വേണ്ട, കഴിക്കണം. ഞാൻ ആലോചിക്കണം, നീ കഴിക്കാതെ ഇരുന്നിട്ട് വന്നപ്പോൾ അവരെല്ലാം കൊച്ചുങ്ങളും അവരെല്ലാവരും അവിടെ വെറുതെ ഇരിക്കുക. അമ്മ എവിടെയും ചോദിക്കുന്നു, അമ്മ ചോദിക്കുന്നു, അവിടെ എന്ത് വരാത്തെന്ന് ചോദിക്കുന്നു. അപ്പം ഞാൻ എപ്പോൾ കൊണ്ടുവന്ന് വന്നിരിക്കുക, കഴിക്കണ്ടേ നമുക്ക്? എല്ലാവർക്കും ഈ സമയത്തല്ലേ വിശക്കുന്നത്? വിശപ്പായി എനിക്കല്ല വിശപ്പായി. എനിക്ക് വിശക്കുമ്പോൾ നിനക്ക് വിശക്കും, എനിക്കറിയാതെ. ഈ ചട്ടിയും കലാകുമ്പോൾ തട്ടിയും മുട്ടൊക്കെ ചെയ്യും. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞത് അയ്യേ, അത് വെറുതെ പറഞ്ഞല്ലേ. കയ്യിലൊന്നും പിടിക്കണ്ടേ, വന്നോളാം. അപ്പോ ഞാൻ വരാം. എഴുന്നേക്ക്, ഞാൻ വരാം. ഇത്രേ ഉള്ളു. തിരിച്ചു പോകണേ. ഞങ്ങൾ കഴിച്ച്, നിങ്ങൾക്ക് വേണമെങ്കിൽ അകത്ത് ഇരിപ്പോട്ടെങ്കിൽ പോയി എടുത്തോണ്ട് വന്ന് കഴിക്കും. പാടും ഒന്ന് മായത്തുണ്ടായത്തും പാടം കേക്കുന്നില്ല. ഒന്ന് ഓളിയം കൂട്ടട്ടെ, പാടിക്കോ. അമ്പിളി അമ്പിളി ചിരിക്കും മാനത്ത്. അമ്പിളി ചിരിച്ചാ? അമ്പിളി ചിരിക്കും മാനത്ത്. പാടിയാ എഴുതണ്ട, പിന്നെ പാടേ. അമ്പിളി ചിരിക്കും മാനത്ത്, തുമ്പ ചിരിക്കും തായത്ത്, സൂര്യൻ ഉദിക്കും മാനത്ത്, സൂര്യകാന്തിക തായത്ത്, താരകൾ തെളിയും മാനത്ത്. നക്ഷത്രം. ഒരു രക്ഷയില്ല. ഞാൻ അമ്മയുടെ എത്ര ആളുടെ എന്നെ ഇപ്പൊ ഓടിച്ചുവിട്ടു. ആണോ? അത് ഭയങ്കര പാടാണ്. കാരണം ഞാനും കുറെയൊക്കെ നമ്പരൊക്കെ ഇട്ട് നോക്കി, പക്ഷെ കേൾക്കുന്നില്ല. ഇപ്പൊ എന്തോ ചെയ്യും? പ്ലാനുണ്ട്, ഒരു ഐഡിയ ഉണ്ട്. ഐഡിയ ഇവിടെ നോക്കട്ടെ. എന്താണ് ഐഡിയ? കേക്കട്ടെ. പറയാം. അമ്മയുടെ അടുത്ത് മെസ്സേജ് അയച്ച് പറയണം, സോറി ലില്ലി, ഐ ലവ് യു എന്ന് ഉമ്മാന്നും കൂടെ അയച്ചു കൊടുത്താൽ അമ്മയ്ക്ക് സന്തോഷമാവും. അമ്മ ഇങ്ങോട്ട് വരികയും ചെയ്യും. നല്ല ഐഡിയ ആണ്. നമ്മൾ സോറി പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളു സാധാരണ, അല്ലേ? പിന്നെ ഐ ലവ് യു എന്നൊക്കെ സന്തോഷമാവും, ഉമ്മ വയ്ക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവും. പക്ഷെ എന്നാലും ഇപ്പോഴത്തെ ഇത് ഇപ്പൊ പിണങ്ങി ആദ്യമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോ കുറച്ചുകൂടെ ടൈറ്റായി നിൽക്കുക. ഇനിയിപ്പോ എന്തോ ചെയ്യും? അച്ഛൻ പോലീസ് ബുദ്ധി ഉപയോഗിക്കാൻ അമ്മ ലാത്തി ചാർജ് ചെയ്യാൻ പോകുന്നു. ലാത്തി ചാർജ് അല്ല, വലിയ കൊടികെട്ടിയ കള്ളന്മാരെ വരെ നമ്മൾ പൊക്കിയിട്ടുണ്ട് ചില ബുദ്ധി ഉപയോഗിച്ചിട്ട്. സത്യം പറയാത്തവരെ കൊണ്ട് സത്യം പറയിപ്പിച്ചിട്ടുണ്ട്. പിണങ്ങിയിരിക്കുന്നവരെ കൊണ്ട് മിണ്ടിക്കാനുള്ള ചെറിയൊരു തന്ത്രമുണ്ട്.
ഒരുപാട് സ്നേഹമുള്ളവർക്കേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആപത്തൊക്കെ പറ്റിയ ഭയങ്കര സങ്കടമായി പോകും. അന്നേരം അവരെല്ലാം മറക്കും ഇല്ലേ? അപ്പം അച്ഛന് വയ്യെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? മക്കൾക്ക് വിഷമാവൂലേ? മക്കൾക്ക് വിഷമാവൂലേ? അമ്മക്കറിയില്ലേ? ആ നമ്പർ ഉപയോഗിക്കാം നമുക്ക്. അപ്പം നിങ്ങൾ ചെന്നിട്ട് പറയണം, അച്ഛൻ നെഞ്ചുവരെടുത്ത് കിടക്കണം. അച്ഛന് എന്താ പറയാ? അച്ഛന് നെഞ്ചുവേദന എടുത്ത് കിടക്കുവാണ്, അതുകൊണ്ട് അമ്മ അങ്ങോട്ടൊന്ന് ചെല്ലുന്നു. ആ ഇത് വേറെന്തോ കാര്യം ചോദിക്കും പോലെ ആയിപ്പോയി. അച്ഛന് നെഞ്ചുവേദന അങ്ങനാണോ? അമ്മ അങ്ങനെ അച്ഛൻ അവിടെ നെഞ്ചുവേദന എടുത്ത് അവിടെ അയ്യോ ഒന്നുമില്ലടി, ചെറിയൊരു എവിടെ കിടന്നോ? എഴുന്നേക്കണ്ട. കുഴപ്പമില്ല അതിപ്പോ ചെറുതായിട്ട് പെട്ടെന്ന് ഞാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ല. മക്കളെത്തിന് അങ്ങോട്ട് പോയി പറഞ്ഞ നെഞ്ചിലടി. അത് എനിക്ക് വേണത് ഇന്നലെ ഇച്ചിരി ഓടി ഒരു മെനക്കെട്ട ഒരു കൈ കാണിച്ചിട്ട് നിർത്തില്ല. അങ്ങനെ അവന്റെ പുറകെ ഓടിയപ്പോഴത്തേക്ക് ചെറിയ ശരീരം നനങ്ങി കുറെ ദിവസം പോയിട്ട്. അല്ലല്ല ഇവിടെ നിൽക്കണ അത് ഗ്യാസ് വേണ്ട പോവാം പിന്നീട് ആവട്ടെ. ഇപ്പൊ കുഴപ്പമില്ല. കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ സമാധാനാവുമല്ലോ. ഇല്ല നീ ഇങ്ങനെ വിഷമിക്കല്ലേ. പേടിച്ചു നിൽക്കുന്നത്. ഇല്ല മക്കളെ, അച്ഛനൊരു കുഴപ്പമില്ല, അറിഞ്ഞൂടെ? ഒരു കുഴപ്പമില്ല അച്ഛന്. നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ. നീ ഇങ്ങനെ വന്നല്ല, അത് തന്നെ സന്തോഷം. ഒന്നുമില്ല. നീ കഴിച്ചോല്ലോ? ഞാനും കഴിച്ചില്ല. നീ കഴിച്ചില്ലല്ലോ, പിന്നെ ഞാൻ അങ്ങനെ കഴിക്കാനാ? പിണക്കുണ്ടാണ് എപ്പോഴും. എനിക്കിപ്പോ പിണക്കൊന്നുമില്ല. അറിയാം, എനിക്ക് നേരത്തെ പിണക്കല്ലായിരുന്നു. ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ കാര്യമാക്കല്ലേ കേട്ടാ. എല്ലാം കൂടെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് പെട്ടെന്ന്. എന്തുവേട്ടാ, നമ്മുടെ വഴക്കെന്ന് പറഞ്ഞാൽ നിസ്സാര വഴക്കല്ലേ, അതിനിങ്ങനെയൊക്കെ ആയാലോ? ഇത് അവള് വിഷമിച്ചിരിക്കുന്നു. വാ, അച്ഛനെ കുറഞ്ഞേട്ടാ. പേടിച്ചു. ഏട്ട സമയത്ത് ഫുഡ് കഴിക്കാതെ വല്ല ഗ്യാസ് കയറിയതായിരിക്കും. നീ വിഷമിക്കണ്ട. അച്ഛനൊരു കുഴപ്പമില്ല അല്ലേ മക്കളെ? അച്ഛനൊരു കുഴപ്പമില്ലല്ലോ. അമ്മ മിണ്ടിയല്ലോ. ഏട്ടാ അധികം സംസാരിക്കണ്ടേ ഇനി. അമ്മ മിണ്ടി, അച്ഛനും മിണ്ടി, അത്രേ ഉള്ളൂ. ഇതല്ലേ നമ്മളെ കുടുംബം അല്ലേ? എന്തോ തൈലോ കുഴമ്പോ എന്താ തീർന്നു മക്കൾ പറഞ്ഞു? ആ പിന്നെ ഈ പുറംവേദനയുടെ കുഴമ്പത്തിരി വാങ്ങിക്കണം. തീർന്നു പോയി വല്ലാത്തൊരു ഒരാഴ്ച അങ്ങോട്ടല്ലേ ആയത് മേടിച്ചിട്ട് തീർന്നു. കുഴമ്പ് ദേഹം മൊത്തം ഇടണ്ടേ. അപ്പൊ പിന്നെ അങ്ങ് തീരും അത്. നീ പോയി വാങ്ങിച്ചു, അങ്ങോട്ട് പോകണമെങ്കിൽ പോയി വാങ്ങിച്ചോണ്ട്, അല്ലെങ്കിൽ റൊണാൾഡിനെ വിട്ട് വാങ്ങിപ്പിച്ചാലും മതി. ഇല്ല ഞാൻ പോകുമ്പോ അടിക്കാം. ആവശ്യമുള്ള കാര്യമല്ലേ? വേറെ വേണോ? ആ വേറെ ഒന്നും വേണ്ട. ദശമില്ല അതിലിരിപ്പുണ്ട്, അച്ചവകാരിച്ച എല്ലാം ഇരിപ്പുണ്ട്, ലേഹ്യവും ഇരിപ്പുണ്ട്. കണ്ണല്ല പിടിക്കണുണ്ടല്ലോ. കണ്ണല്ല കാണാനല്ല. അപ്പൊ പിന്നെ കണ്ണ് കാണണ്ടേ? അതിനല്ലേ ഞാൻ ഈ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നത്, എൻ്റെ ആരോഗ്യത്തിന് കിട്ടുന്നതിന്റെ പകുതി. അല്ലടാ, എന്തുവായിരുന്നു അവിടെ? നെഞ്ചുവേദന എന്ന് പറഞ്ഞുകൊണ്ട് പിള്ളേർ ഓടി വരുന്നു, ലില്ലി ചാടിക്കൊണ്ട് ഓടി വരുന്നു. എന്തുവായിരുന്നു ആർക്കെന്ന് എപ്പോഴേ മനസ്സിലായി ഇതിന്റെ അടവാണെന്ന്. പിണക്കം മാറ്റാനുള്ള അച്ഛൻ്റെ അതേ സ്വഭാവത്തിന് ഞാനൊന്ന് പിണങ്ങണം എന്റെ പോട്ടെ. പിന്നെ നെഞ്ചുവേദനയായി, മുഖാലസ്യമായി, കാലുകഴപ്പായി, പനിയായി, ജലദോഷമായി, വയറിളക്കം വരെ വരുന്നു. പൊട്ടിപ്പെണ്ണ്. പൊട്ടിയല്ലേ? ഞാൻ പൊട്ടിയല്ലേ? അല്ലേ Aliens.